ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ കോൺഗ്രസിന് പൊള്ളുന്നതെന്തിനെന്ന് മുതിർന്ന CPIM നേതാവും മുൻ മന്ത്രിയുമായ TK ഹംസ. CPIMുമായി RSS ഒത്തുകളിക്കുന്നുവെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ വിശ്വസിക്കില്ല. കേരളത്തിന്റെ നേട്ടങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇത്തരം ആരോപണങ്ങളെന്നും TK ഹംസ പറഞ്ഞു. കേരളത്തിൽ തുടർച്ചയായി മൂന്നാമതും ഇടതു സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇത് തടയാൻ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കയ്യിലൊന്നുമില്ല. ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് CPIM ഇസ്ലാമോഫോബിയ വളർത്തുന്നുവെന്ന ആക്ഷേപങ്ങൾ. കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം പല കാര്യങ്ങളിലും ജനങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൂന്നാമതും ഇടതുപക്ഷ പാർട്ടി വരും എന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നത് ഈ സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ടും ഇത് മറികടക്കാനുള്ള യാതൊരു കഴിവും കോൺഗ്രസിനോ BJPക്കോ ലീഗിനോ ഇല്ല. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആരാണ് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുക? CPIM RSSുമായി ഒത്തുകളിക്കുന്നുവെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ വിശ്വസിക്കില്ല. ഇപ്പോൾ ലീഗില്ലാതെ കോൺഗ്രസിന് നിൽക്കാനാവില്ല. VD സതീശന്റെ കളികൾ കേരളത്തിൽ നടക്കില്ലെന്നും TK ഹംസ പറഞ്ഞു. കോൺഗ്രസ് നിലനിൽക്കാൻ ലീഗില്ലാതെ നിൽക്കാനും കഴിയൂല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കാൻ വയ്യാത്ത സ്ഥിതി വന്നിക്കണം ഇപ്പോൾ. വെള്ളാപ്പള്ളി നടേശനും NSSും ഒക്കെ ചെന്നിത്തലയെ മുന്നോട്ട് കൊണ്ടുവരാനും സതീശനെ ഒതുക്കാനും നോക്കുകയാണ് ഇപ്പോൾ. സതീശൻ മുഖ്യമന്ത്രിയാവാൻ കളിക്കുന്നു എന്നാണ് അവരെന്നെ പറയുന്നത്. അപ്പൊ സതീശന്റെ വിളവ് കേരള രാഷ്ട്രീയത്തിൽ നടക്കൂല. BJPയെ എതിർക്കാൻ കോൺഗ്രസിന് കൂടെ കൂട്ടാനാവണം. എന്നാൽ BJPയെ സഹായിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ കോൺഗ്രസിനെന്നും TK ഹംസ പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.